ഇതാ ഇപ്പോൾ മന്ത്രി ശ്രീ എം പി രാജേഷ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള നേരിട്ട് ഈ ചർച്ചയിലേക്ക് എത്തും അദ്ദേഹം എന്ന് അറിയിച്ചതാണ്, പക്ഷേ യാത്രക്കിടയിലാണ്, എത്തിയിട്ടുമില്ല. ഞാൻ താങ്കളുടെ ഒരു റൗണ്ട് ചർച്ച കഴിയുന്ന ഒരു ഘട്ടത്തിൽ വിളിക്കാമെന്ന് വിചാരിച്ചത് ഈ പൊതു അഭിപ്രായങ്ങൾ കൂടി വന്നിട്ടാകാം എന്ന് കരുതിയാണ്. അതായത് മിനിസ്റ്റർ, ഇപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു വാചകം വലിയ തോതിൽ കേരളം മലയാളികളാകെയും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഈ സർക്കാർ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരാകട്ടെ ഈ സർക്കാരാകട്ടെ അതിൻ്റെ രണ്ടിൻ്റെയും തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ചിട്ടയായി അവതരിപ്പിക്കുക, ചെയ്യുക, അത് ജനങ്ങളെ അറിയിക്കുക, അവരുടെ മുമ്പാകെ വെക്കുക, നിങ്ങൾക്കതിൽ വിയോജിപ്പുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനത് ഡിസ്പ്യൂട്ട് ചെയ്യാം, ഈ പറഞ്ഞത് കളവാണ്, ഇത് ചെയ്തിട്ടില്ല എന്നുണ്ട്. അത്ര പൊതുസമക്ഷം വളരെ വ്യക്തമായി ചെയ്ത കാര്യങ്ങൾ ഓരോ തവണയും അവതരിപ്പിച്ചു പോകുന്നു. അതാണ് ഈ പ്രോഗ്രസ് കാർഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഈ 100 ദിന കർമ്മ പരിപാടി. അതുതന്നെ 4ാമത്തേതാണ് വരാൻ പോകുന്നത്. ഈ ഒരു പൊതു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിലേക്കൊക്കെ പോയാൽ സ്വാഭാവികമായി ഉയരുന്നൊരു വിമർശനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ശ്രീ പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒന്നാം പിണറായി സർക്കാർ ഒരു വലിയ വിജയമായിരുന്നു. ആ നിലയിൽ ജനങ്ങൾക്ക് വേണ്ടതായിരുന്നു ആ സർക്കാർ. ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുമുണ്ട്, ജനങ്ങൾക്ക് വേണ്ട സർക്കാരായിരുന്നു. പക്ഷേ ആ നിലയിലേക്ക് ഇപ്പോൾ സർക്കാരിന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നുണ്ടോ? ജനങ്ങളും സർക്കാരും അകന്നു, ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യ പാർട്ടി CPIM-ഉം ജനങ്ങളും തമ്മിൽ അകന്നു എന്ന നിലയിലേക്കുള്ള ഒരു വിശ്വാസം കേരളത്തിലെ പ്രതിപക്ഷത്തിന് വലിയ തോതിലുണ്ട്, ഒരുപറ്റം മാധ്യമപ്രവർത്തകർക്കുമുണ്ട്. ശ്രീ രാജേഷ്. ശരത്, കഴിഞ്ഞ ദിവസമാണ് നീതി ആയോഗിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചത്. 2018 കേന്ദ്ര സർക്കാർ പ്ലാനിംഗ് കമ്മീഷന് പകരം കൊണ്ടുവന്ന നീതി ആയോഗ് സംസ്ഥാനങ്ങളെ സമഗ്രമായ വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചത്. ഇപ്പൊ UNDP-യുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഒക്കെ മാതൃകയും ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ ഒക്കെ മാതൃകയും. അപ്പൊ 2018 ആദ്യം ഈ റാങ്കിങ് ആരംഭിച്ചപ്പോൾ അന്നും 1ാം സ്ഥാനത്ത് കേരളമായിരുന്നു. അന്ന് കേരളത്തിന് 69 പോയിന്റാണ് ഉണ്ടായിരുന്നത്. 2024 കഴിഞ്ഞ ദിവസം വീണ്ടും ഈ റാങ്കിങ് പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളം 1ാം സ്ഥാനം നിലനിർത്തി എന്ന് മാത്രമല്ല 79 പോയിന്റ് ആയി കേരളത്തിന്റെ സ്കോർ മെച്ചപ്പെടുത്തിയിട്ടാണ്, 10 പടി മെച്ചപ്പെടുത്തിയിട്ടാണ് 1ാം സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. 16 മേഖലകളിലെ പ്രകടനത്തിന്റെ സൂചികകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിംഗ് നടത്തുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ശുദ്ധജലം, ശുചിത്വം തുടങ്ങി 16 മേഖലകളിലെ ആണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മേഖല എടുത്തിട്ടല്ല. അപ്പൊ സമഗ്രമായ വികസനത്തിന്റെ സൂചികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു റാങ്കിങ്ങുമാണത്. നമ്മൾ ഓർക്കേണ്ടത് ഈ 6 കൊല്ലത്തിനിടയിൽ എന്തെല്ലാം കേരളം നേരിട്ടു. 2 മഹാപ്രളയങ്ങളെ നേരിട്ടു, ഓഖിയെ നേരിട്ടു, കോവിഡ് മഹാമാരിയെ നേരിട്ടു. ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിനപ്പുറം നിൽക്കുന്ന പ്രകൃതി ദുരന്തങ്ങളായിരുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ ഈ പ്രകൃതി ദുരന്തങ്ങളെക്കാൾ വലിയ ദുരന്തം കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചതും ഈ 6 വർഷങ്ങൾക്കിടയിലാണ് എന്ന് മറക്കരുത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് വായ്പാ പരിധി ഇനത്തിൽ മാത്രം നിയമവിരുദ്ധമായി കേരളത്തിന് വെട്ടിച്ചുരുക്കിയ തുക 1,07,500 കോടിയാണ്. 1,07,500 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വായ്പാ പരിധി നിയമവിരുദ്ധമായി വെട്ടിച്ചുരുക്കിയതിൽ. നിയമവിരുദ്ധം എന്ന് ഞാൻ പറയാൻ കാരണം FRBM ആക്ട് പ്രകാരം സംസ്ഥാനത്തിന് 3.5% എടുക്കാം. ഇലക്ട്രിസിറ്റി റിഫോം ഉൾപ്പെടെ പരിഗണിച്ചാൽ 3.5% വരെ എടുക്കാം. ന്യായമായി 3% ഈ ഇലക്ട്രിസിറ്റി റിഫോം പരിഗണിക്കാതിരുന്നാൽ തന്നെ എടുക്കാം. ഇവിടെ 2.5% ആണ് കേരളത്തിന് അനുവദിക്കുന്നത്. അതൊന്ന്. കേന്ദ്രത്തിനാണെങ്കിൽ ഈ മാനദണ്ഡമൊന്നും ബാധകമല്ല കേട്ടോ. ഇന്ന് ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നികുതി വിഹിതം പകുതിയായിട്ട് വെട്ടിച്ചുരുക്കി. പിന്നെ GST കോമ്പൻസേഷൻ, റവന്യൂ കമ്മി ഗ്രാന്റ് നിർത്തലാക്കിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഇത്ര വലിയ സാമ്പത്തിക ഞെരുക്കം അടിച്ചേൽപ്പിച്ചിട്ടും കേരളം സമഗ്ര വികസന സൂചികയിൽ 10 പോയിന്റ് സ്കോർ മെച്ചപ്പെടുത്തിക്കൊണ്ട് 1ാം സ്ഥാനത്ത് തുടരുന്നു എന്നത് കേരളത്തിലെ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണിത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ സർക്കാരിന് ഇത്ര വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നു, പക്ഷെ ഇത്ര വലിയൊരു കേന്ദ്രത്തിന്റെ സാമ്പത്തിക കടന്നാക്രമണത്തെയോ ഉപരോധത്തെയോ നേരിടേണ്ടി വന്നിട്ടില്ല.
അതിപ്പോഴാണ്. 2021 ശേഷമാണ് വായ്പാ പരിധി വെട്ടിച്ചുരുക്കൽ, കിഫ്ബി വായ്പകളെ മുൻകാല പ്രാബല്യത്തോടെ ഇപ്പൊ വെട്ടിച്ചുരുക്കാൻ തുടങ്ങിയത്. ഇതെല്ലാം ഈ രണ്ടാം പിണറായി സർക്കാർ നേരിടേണ്ടി വന്നിട്ടുള്ള വെല്ലുവിളികളാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അതിന് പുറമെ നമ്മൾ കാണേണ്ടത് ഈ പ്രതിസന്ധികൾക്ക് നടുവിലും കേരളത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. എങ്ങനെയാണ് സർക്കാരിന്റെ പ്രതിബദ്ധത എന്നതിന്റെ ഉദാഹരണം പറയാം. 5 ലക്ഷം പേർക്കാണ് വീട് കൊടുത്തത് ലൈഫ് പദ്ധതിയിൽ. 5 ലക്ഷത്തിലധികം പേർക്ക്. അതിൽ കേരളം കൊടുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തുകയാണ്. 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. എത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതെന്ന് അറിയാമോ? വെറും 72,000 രൂപ. 72,000 രൂപ. അത് കേരളത്തിൽ എത്ര പേർക്കാണ് ഗുണഭോക്താക്കൾ? 29,000 ചില്ലാനം പേർക്ക് മാത്രം. ഇവിടെ 5 ലക്ഷം പേർക്ക് 4 ലക്ഷം രൂപ വീതം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഇതിന്റെ പകുതി പോലും കൊടുക്കുന്നില്ല വീട് വെക്കാനെന്ന് ഓർക്കണം. 17,500 കോടിയിലധികം രൂപ കേരളം ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചു. ഏത് കാലത്ത്? ഇത്രയും വലിയ സാമ്പത്തിക കെടുതി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, വായ്പാ പരിധി ഇനത്തിൽ മാത്രം 1,07,500 കോടി വെട്ടിച്ചുരുക്കി കേന്ദ്ര ഗവൺമെന്റ്. ഇനി അവശേഷിക്കുന്ന എല്ലാവർക്കും 8 ലക്ഷം പേർക്ക് കൂടി വീട് കൊടുക്കാൻ 32,000 കോടി വേണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം വെട്ടിച്ചുരുക്കിയതിന്റെ 1/3 കേരളത്തിൽ എല്ലാവർക്കും വീട് കൊടുക്കാം. അതാണ് നമ്മൾ കാണേണ്ടത്. അത് ഈ കടന്നാക്രമണത്തെ എല്ലാം അതിജീവിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ഒരു ഉദാഹരണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ എല്ലാ മേഖലയിലും നമുക്ക് ഈ മാറ്റം കാണാം. അപ്പൊ പെൻഷൻ നമ്മൾ എത്ര കൊടുക്കുന്നത്? പെൻഷൻ കൊടുക്കുന്നത് 1,600. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാമൂഹ്യക്ഷേമ പെൻഷനാണ്. കേന്ദ്രം കൊടുക്കുന്ന മാക്സിമം പെൻഷൻ 500, മിനിമം പെൻഷൻ 200. നമ്മുടെ മിനിമം പെൻഷൻ 1,600 രൂപയാണ് എന്ന് കാണണം. ഇനി അതിന്റെ കൂടി ഒരു വസ്തുത മനസ്സിലാക്കണം. ഇപ്പോ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാൻ കേന്ദ്രമന്ത്രിയെ പോയി കണ്ടത്. പെൻഷന്റെ തുച്ഛമായ കേന്ദ്രവിഹിതം, വെറും തുച്ഛമായ കേന്ദ്രവിഹിതം 39 മാസത്തെ കുടിശ്ശികയായിരുന്നു. കേരളത്തിന് തന്നിരുന്നില്ല. അന്ന് ഒക്ടോബറിലാണ് വലിയ സമ്മർദ്ദത്തിനൊടുവിൽ 602 കോടി രൂപ അനുവദിച്ചത്. അതിനുശേഷം ഇതുവരെ പിന്നെയും തന്നിട്ടില്ല. വിഹിതമോ തുച്ഛമാണ്, എന്നാൽ അതെങ്കിലും ഇവരെ അനുവദിക്കേണ്ടേ? ഒരു കാരണവുമില്ലാതെ പിടിച്ചുവെക്കുകയാണ്. ഇപ്പൊ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ്, ഇവിടെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റാണ്. ആ ഗ്രാന്റ് എത്രയാണ്? അത് ഭരണഘടനാനുസൃതമായിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല, ഭരണഘടനയിൽ പറയുന്നതാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ 23-24 വിഹിതം നൽകിയിട്ടില്ല. 24-25 നൽകേണ്ട ഗഡുവും ഇതുവരെ നൽകിയിട്ടില്ല. എന്താ ന്യായം? ഭരണഘടന പ്രകാരം നൽകേണ്ട ഗ്രാന്റ് കേന്ദ്ര ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. കമ്മീഷന്റെ റിപ്പോർട്ടിലില്ലാത്ത, അതിന്റെ ശുപാർശയിലില്ലാത്ത, കേന്ദ്ര ഗവൺമെന്റ് തന്നെ അന്ന് പുറത്തിറക്കിയ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസിലില്ലാത്ത നിബന്ധനകൾ അവസാന നിമിഷം അടിച്ചേൽപ്പിച്ച് ഓരോ കാരണമുണ്ടാക്കി ഫണ്ട് പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കേരളം മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വിവേചനം അവരെ ബാധിക്കുന്നു, അവരുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കർണാടക അത് പറഞ്ഞിരിക്കുന്നു. കർണാടകയിൽ പെട്രോളിനും മദ്യത്തിനും എല്ലാം വില കൂട്ടി. കാരണം ഏത് തരത്തിലെങ്കിലും ഇന്റേണൽ റിസോഴ്സ് മൊബിലൈസേഷൻ നടത്താൻ നിർബന്ധിതരാവുകയാണ്. ഇപ്പൊ കർണാടക സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ കോൺഗ്രസ് നേതാവും MP-യുമായിരുന്നു. അദ്ദേഹവും മറ്റ് 2 സാമ്പത്തിക വിദഗ്ധരടങ്ങുന്ന കമ്മീഷൻ എന്നെ വന്ന് കാണുകയുണ്ടായി. തൃശൂർ കിലയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. അവരെന്നോട് പറഞ്ഞത് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടായാൽ കർണാടകയ്ക്ക് കൂടി അത് പ്രയോജനപ്പെടും. നമ്മളെ കേരളവും കർണാടകയും പോലുള്ള സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഈ വിവേചനത്തിനും അന്യായത്തിനുമെതിരെ എന്നതാണ്. ഞാൻ പറഞ്ഞത്, ഇത്ര വലിയൊരു സാമ്പത്തിക കടന്നാക്രമണത്തിന്റെ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് ഈ വലിയ വികസന നേട്ടങ്ങൾ മിനിസ്റ്റർ, ഈ പശ്ചാത്തലത്തെയും കാരണങ്ങളെയും കുറിച്ച് അങ്ങ് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കരുതുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലെ സർക്കാരിന് എവിടെയോ പിഴയ്ക്കുന്നു. ഈ ചർച്ചയിൽ നേരത്തെ ശ്രീ പൊടിപ്പാറ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അതൊക്കെ തിരുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യം എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കണ്ടത്. ജനങ്ങളിൽ നിന്ന് അകലുന്നു. ഇങ്ങനെയൊരു രാഷ്ട്രീയ വിശകലനത്തിലൂടെ സർക്കാരിനെ സമീപിക്കുന്ന ഒരു കാലമാണല്ലോ. അതായത് ഈ വസ്തുത, ഇപ്പൊ ഞാൻ ഇവിടെ വിശദീകരിച്ച വസ്തുത, ഇതെല്ലാം അനിഷേധ്യമായിട്ടുള്ള വസ്തുതകളാണ്. അതാ ഞാൻ പറഞ്ഞത്, കേരളം മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളും ഏറിയും കുറഞ്ഞും നേരിടുന്നുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടാകാം. അപ്പൊ ഈ വസ്തുത പക്ഷെ കേരളത്തിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്?
കേരളത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് സൃഷ്ടിച്ചൊരു നെറേറ്റീവ് ഉണ്ട്. അത് ഇത് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ പഴിയാണ് എന്ന മട്ടിലാണല്ലോ ചിത്രീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ എന്തോ കെടുകാര്യസ്ഥത കൊണ്ട് ഇത്ര വലിയ തുകകൾ വെട്ടിക്കുറച്ചിട്ടും ഇത്ര വലിയ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. മറിച്ച് ഇവിടെ ചിത്രീകരിക്കുന്നത് നേരെ മറിച്ച കേന്ദ്രത്തെ പൂർണ്ണമായും അബ്സോൾവ് ചെയ്യുന്ന, കേന്ദ്രത്തെ സംരക്ഷിക്കുന്ന, ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് നിർഭാഗ്യവശാൽ എടുക്കുന്നത്, മാധ്യമങ്ങൾ പ്രത്യേകിച്ചും എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കേന്ദ്രം ഈ സൃഷ്ടിച്ച ദുരിതത്തിന്റെ പിഴയൊടുക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നൊരു